നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയ തടസ്സമാകുമ്പോൾ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോവുക. വലിയ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഇതൊക്കെ നേടണമെന്നുണ്ട്. ജീവിതത്തിൽ പുരോഗമിക്കണം, ജീവിതത്തിൽ വിജയിക്കണം, ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇതൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ആഗ്രഹങ്ങൾ തന്നെ. ഇത് വളരെ നല്ലതാണ് താനും. എന്നാൽ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ തടസ്സമായി ഇരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സാഹചര്യത്തെ, വ്യക്തികളെ ഒക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടും. എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പുരോഗതിക്ക് ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ തടസ്സം ഒഴിവാക്കാം? നമ്മളാകുന്ന തടസ്സത്തെ മാറ്റി നമുക്കെങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ തടസ്സം. നമുക്ക് കുറ്റപ്പെടുത്താൻ നൂറായിരം ആളുകളും സാഹചര്യങ്ങളും എൻവയോൺമെൻറ്റ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ മനസ്സിലാക്കുക, അത് ഓരോ എക്സ്ക്യൂസുകൾ നമുക്ക് തന്നെ നൽകുന്നതാണ്. ആ വ്യക്തി കാരണം, ഈ സാഹചര്യം കാരണം, എൻ്റെ കുടുംബ ബന്ധങ്ങളുടെ കാരണം, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കുറവ് നിമിത്തം, ഇങ്ങനെ നൂറായിരം കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ തടസ്സത്തെ നമ്മൾ നീക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മളാകുന്ന തടസ്സം നീക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, ജീവിതത്തിൽ വലിയ പുരോഗതി, വിജയം, സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയായി, എഫേർട്ട്ലെസ് ആയിട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളാകുന്ന തടസ്സം പല രീതിയിൽ വരുന്നുണ്ട്. അത് മടിയായി, അലസതയുടെ രൂപത്തിൽ, മാറ്റിവെക്കലിൻ്റെ രൂപത്തിൽ, ആത്മവിശ്വാസമില്ലായ്മയുടെ രൂപത്തിൽ, ഭയത്തിൻ്റെ രൂപത്തിൽ, എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തുന്ന രൂപത്തിൽ, ഇങ്ങനെ പല രീതിയിൽ നമ്മളാകുന്ന തടസ്സം നമുക്ക് മുമ്പിൽ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മളാകുന്ന തടസ്സത്തെ മാറ്റുന്നത് എങ്ങനെ? എങ്ങനെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും? നമ്മുടെ ആഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കും? നമുക്ക് ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കും? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളാകുന്ന തടസ്സം, നമ്മളാകുന്ന ബ്ലോക്ക് പല രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നും, എന്നാൽ അതിൻ്റെ റൂട്ടിലേക്ക്, മൂലകാരണത്തിലേക്ക് നമ്മൾ ചികഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കഥകളും, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഇമേജും, നമ്മളെക്കുറിച്ചുള്ള വിശ്വാസവും, ഇതൊക്കെയാണ് നമുക്ക് തടസ്സങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓരോ തടസ്സങ്ങളെയും നമ്മൾ നീക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ടോ? അതോ പ്രധാനപ്പെട്ട, അടിസ്ഥാനപരമായിരിക്കുന്ന, മൂലകാരണമായിരിക്കുന്ന, അഥവാ ഇംഗ്ലീഷിൽ റൂട്ട് കോസ് ആയിരിക്കുന്ന കാരണത്തെ മാറ്റിയാൽ ഇത്തരം തടസ്സങ്ങളൊക്കെ മാറില്ലേ? അതെ, യാഥാർത്ഥ്യം അതുതന്നെയാണ്. നമുക്ക് തടസ്സമായിരിക്കുന്ന പ്രധാനപ്പെട്ട റൂട്ട് കോസ് മാറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ, മടിയലസത, മാറ്റിവെക്കൽ, ഭയം, കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ അവിടെ നിന്നും മാറുകയും അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കുള്ള പാത വളരെ ഈസിയായി തുറന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നർ വേൾഡ്, അഥവാ നമ്മുടെ ഉള്ളിലുള്ള ലോകം, മനസ്സ്, ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ തിരിച്ചറിവുണ്ടാവുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങളുടെ മാറ്റിവെക്കലോ, മടിയോ, അലസതയോ ഒക്കെ നിമിഷ നേരം കൊണ്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും.
അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുക. നമ്മുടെ ആന്തരിക ലോകത്തെ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളുടെ നാച്ചർ മനസ്സിലാക്കുക. നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെ എന്ന് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം ഇതിൻ്റെ ശക്തി കുറയുകയും നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള, മാഗ്നറ്റിക് ആയിട്ടുള്ള, അൺലിമിറ്റഡ് എനർജിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധമുണ്ടാക്കുക. നമ്മളെ ആന്തരിക ലോകത്തെക്കുറിച്ചൊരു ബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, എത്രയോ ആയിരക്കണക്കിന് ചിന്തകൾ ഇങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിയന്ത്രണമില്ലാതെ. അവയെ ഒന്ന് ശാന്തമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനും നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുവാനും ഈ പറഞ്ഞ അസ്വസ്ഥതകളൊക്കെ നീക്കം ചെയ്യുവാനും സാധിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്ലോ ചെയ്യുക. നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തിയും അതിൻ്റെ സ്പീഡും വേഗതയും ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുവാൻ പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാൻ, നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനങ്ങളെയും ഒന്ന് നിരീക്ഷിക്കാൻ, ശ്വാസഗതി ഒന്ന് നിരീക്ഷിക്കാൻ, നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെ, നമ്മൾ കാണുന്ന കാഴ്ചകളെ ബോധപൂർവം ഒന്ന് ശ്രദ്ധിക്കുവാനൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ദിവസത്തിൽ നമുക്ക് പല സമയം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, അതായത് ഈ നിമിഷത്തിലേക്ക് നമ്മൾ വരികയും അങ്ങനെ ഈ നിമിഷത്തിലേക്ക് വരുവാൻ നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബ്ലോക്കുകളെ, അതായത് നമ്മൾ തന്നെ നമുക്കായിട്ട് മാറുന്ന ബ്ലോക്കിനെ മാറ്റുവാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സിൽ നടക്കുന്ന സംസാരം, നമ്മുടെ ആശയങ്ങൾ ഒക്കെ നമ്മൾ അറിയാതെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ നിരന്തരം നമുക്കതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബോധമോ ഒരു തരത്തിലുള്ള ചിന്തയോ ഇല്ല. മറിച്ച് നമ്മളൊരു ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അത്യാഹിതമോ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എമർജൻസിയോ മറ്റോ വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുന്നത്. ബാക്കിയൊക്കെ ഈ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണോ, അത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ, ന്യൂസ് ചാനലുകളിൽ നിന്ന് കിട്ടിയ, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഈ അവസ്ഥകളിലൊക്കെ, ഈ ചിന്തകളൊക്കെ അത് ഇങ്ങനെ ഒരു ജ്യൂസ് പരുവത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും നമ്മൾ അതിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു, ഞാനൊരു മടിയനാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നില്ല, എനിക്ക് എല്ലാത്തിനും ഭയമാണ്, എനിക്ക് ആത്മവിശ്വാസം വളരെ കുറവാണ് എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ഇതിലൊന്ന് ഫിക്സ് ചെയ്യാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ നിമിഷത്തിലേക്ക്, ഈ പ്രസൻറ്റ് മൊമെൻ്റ് അവെയർനെസ്സിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിനുള്ള കപ്പാസിറ്റി ലഭിക്കുകയും എന്തൊക്കെ ചിന്തകളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുവാൻ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമുക്ക് അനുകൂലമല്ലാത്ത പ്രോഗ്രാമുകളിൽ ഇടപെടുവാനും അതിൽ മാറ്റം വരുത്തുവാനും സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ഈ നിമിഷത്തിലേക്ക് കൂടെ കൂടെ വരിക. ഈ നിമിഷത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക. എന്ത് ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നത്? ഇത് ഞാൻ ബോധപൂർവം ചിന്തിക്കുന്നതാണോ? അതോ കുറേ നേരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണോ? എന്ത് കഥകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? എന്നെക്കുറിച്ച് എനിക്ക് എന്ത് ചിന്തകളാണുള്ളത്? എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളാണുള്ളത്? എനിക്ക് എന്നെക്കുറിച്ച് ഒരു പരാജിതൻ്റെ ചിന്തയാണോ ഉള്ളത്? അതോ ഒരു വിജയിയുടെ ചിന്തയാണോ ഉള്ളത്? ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക, ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ച് ഉള്ള മതിപ്പില്ലായ്മ, നമ്മൾ
ഒരു മടിയനാണ്, അലസനാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു നിങ്ങൾക്ക് അനുഭവപ്പെടും. പലപ്പോഴും ഈ ചിന്തകളും ഈ ബിലീഫ്സൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറത്തു നിന്നാണ്. അത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഇവയെ നേരിടുവാൻ തയ്യാറാവുകയും ഇവയെ നിരീക്ഷിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ ഇവയുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷത്തിലേക്ക് വരുവാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യണം. പ്രസൻറ്റ് മൊമെൻറ്റ് നിലനിൽക്കുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ. അല്ലാത്തിടത്തോളം നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം രൂപപ്പെടുത്തുവാൻ സാധ്യമല്ല. അതിന് കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മളെ മനസ്സിനെ സൃഷ്ടിക്കുന്നത്. ഈ മനസ്സാണ് നമ്മളെ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. അങ്ങനെ ആ ആക്ഷൻ്റെ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിന്മേൽ, മനസ്സിൻ്റെ മേൽ, ആക്ഷന് മേൽ, തീരുമാനങ്ങളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടിൻ്റെ മുകളിലും നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴൊക്കെ ഈ നിമിഷത്തിൽ ഇത് വരികയും നിങ്ങളെ തന്നെ നിരീക്ഷിക്കുകയും നിങ്ങളുടെ ചിന്തകളെ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തകളുടെ മേൽ നിയന്ത്രണം ലഭിക്കുന്നു. ചിന്തകളുടെ മേൽ നിയന്ത്രണം ലഭിക്കുമ്പോൾ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ലഭിക്കുന്നു. പിന്നീട് തീരുമാനങ്ങളിലും ആക്ഷനുകളിലും നിയന്ത്രണം ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് നിയന്ത്രിതമായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ആളുകളും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളും വികാരങ്ങളും നെഗറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, ഭയം, അസ്വസ്ഥത, ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഭൂരിപക്ഷ സമയവും എപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നല്ല രീതിയിൽ ചിന്തകൾ എടുക്കണം, നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണം, നല്ല രീതിയിൽ ആക്ഷനുകൾ എടുക്കണം എന്നൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡിൽ ചിന്തിക്കും. പക്ഷേ പിന്നീട് വീണ്ടും ആ പഴയ പ്രോഗ്രാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ആ പഴയ പ്രോഗ്രാമായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് ഇമോഷൻസും ഒക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് കറങ്ങുകയും അതിൻ്റെ ഫലമായിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വളരെ സന്തോഷവും സംതൃപ്തിയും നന്ദിയും നല്ല ചിന്തകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നല്ല ചിന്തകളും നല്ല വികാരങ്ങളും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷനുകളായിരിക്കും നമ്മൾ എടുക്കുക. നമുക്ക് നല്ല ആക്ഷൻ എടുക്കാനുള്ള എനർജിയും ആത്മവിശ്വാസവും കോൺഫിഡൻസും അതുപോലെ ഊർജ്ജസ്വലതയും ഒക്കെ ലഭിക്കും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാമിൽ നിന്ന് മാറി പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാമിലേക്ക് എങ്ങനെ വരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ വന്ന് ഇടയ്ക്കൊക്കെ നമ്മുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക, നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ നിലനിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കൊണ്ടുവരിക. മനസ്സ് എവിടെയൊക്കെ പോകുന്നോ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് അതിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു ദിവസത്തിൽ പല തവണ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. അങ്ങനെ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്ന കപ്പാസിറ്റി കൂടുമ്പോൾ നമുക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമിനെ മെല്ലെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. നമുക്ക് ബോധപൂർവം നല്ല ചിന്തകൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. നമുക്ക് ബോധപൂർവം വളരെ കോൺഫിഡൻസ് ഉള്ള മനസ്സിന് സന്തോഷം സംതൃപ്തിയും നൽകുന്ന ചിന്തകളെ സൃഷ്ടിക്കുവാൻ സാധിക്കും. നമ്മുടെ ഭാവിയെക്കുറിച്ച് ബോധപൂർവം നല്ല ചിന്തകൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അതൊക്കെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെ പലതവണ നമ്മൾ ആവർത്തിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാവുകയും അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, നിരന്തരം പല ദിവസങ്ങളായി നമ്മൾ ഈ പ്രാക്ടീസ് തുടരുമ്പോൾ നമ്മുടെ പഴയ ഐഡൻറ്റിറ്റി വിട്ട് പുതിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി, ഒരു സെൽഫ് ഇമേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആന്തരിക ലോകം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ജീവിതം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷപൂർവ്വം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും.
അപ്പോൾ നിങ്ങളങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ പഴയ കാലം അല്ലെങ്കിൽ പഴയ പ്രോഗ്രാമുകളൊക്കെ വീണ്ടും നിങ്ങളെ പിടിച്ചു വലിക്കും. കാരണം മാറ്റം നമ്മുടെ ബ്രെയിനിന് അത്ര പിടിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് പിന്നിലോട്ട് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വീണ്ടും നിങ്ങൾ ഈ ശ്രമം തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഈ പിടിവലി കോൺഫ്ലിക്റ്റ് അവസാനിക്കുകയും അങ്ങനെ നിങ്ങളുടെ ആ പഴയ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് നിങ്ങൾ പുതിയ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, നല്ല കാര്യങ്ങളെ ചിന്തിക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നർ വേൾഡ്, ആന്തരിക ലോകത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബാഹ്യ ലോകത്തിലും അത്തരം അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചിന്തകളെ, മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സെൽഫ് ടോക്ക്, ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഈ പ്രോഗ്രാമുകൾ, അതിനെ അതിൽ ഇടപെട്ട് മാറ്റം വരുത്തി നമ്മുടെ ജീവിതം പ്രോഗ്രസ്സിലേക്ക്, പുരോഗതിയിലേക്ക് കൊണ്ടുതരുന്ന പ്രോഗ്രാമുകളും ചിന്തകളും കൊണ്ട് നിറയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നീട് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് മാറില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ഹീറോ ആയി മാറും. അങ്ങനെ നിങ്ങളൊരു ഹീറോ ആയിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും, വലിയ വിജയങ്ങൾ വരും. നിങ്ങളുടെ വിജയം മറ്റുള്ള ആളുകളെയും ഇൻസ്പയർ ചെയ്യും. നിങ്ങൾക്ക് ഈ ലോകത്തിന് കൂടുതൽ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ തടസ്സമായിട്ട് നിൽക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വളർച്ചയെ, പുരോഗതിയെ, വിജയത്തിന് സഹായിക്കുന്ന ഒരു ഹീറോ ആയിട്ട് മാറുക. അതിന് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിന്ന് നിങ്ങൾക്ക് സാധിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ, ഇമോഷൻസ് അല്ലെങ്കിൽ ബിലീഫ്സുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് തടസ്സമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മടിയായി, മാറ്റിവെക്കലായി, അല്ലെങ്കിൽ അനാവശ്യ ചിന്തകളെക്കുറിച്ച് ഓവർ തിങ്കിങ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ്. ആ ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? എന്താണ് ആ പ്രതിസന്ധി വരുവാൻ കാരണം? ഇതെനിക്ക് എങ്ങനെ പരിഹരിക്കാം? ഞാൻ യഥാർത്ഥത്തിലൊരു മടിയനാണോ? ഏത് മേഖലയിലൊക്കെയാണ് എനിക്ക് മടിയുള്ളത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ മടിയുള്ളത്? അതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആത്മവിശ്വാസം കുറവുണ്ടോ? ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് എനിക്ക് ആത്മവിശ്വാസം ഉള്ളത്? എങ്ങനെ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം? ഞാൻ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ്. എന്താണ് എൻ്റെ ദേഷ്യത്തിന് കാരണം? ഇങ്ങനെ നിങ്ങൾ തന്നെ ഒരു 100 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാം. അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ, ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പുരോഗതി ഇല്ലാത്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 100 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ചോദ്യങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ പല ഭാഗത്തെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇന്ന ഇന്ന ബ്ലോക്കുകളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ ബ്രെയിൻ തന്നെ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ട പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉത്തരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ പല ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അങ്ങനെ നിങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുക. അത് നിങ്ങളെ തളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള, നിങ്ങളെ തന്നെ പിടിച്ചു വലിക്കുന്ന ഈ പ്രോഗ്രാമുകളെ ഒന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ചോദ്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ വളരെ ശക്തിയുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ലോകത്തിന് ഇത്രയും പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ തെറ്റായ രീതിയിലാണ് ചോദിക്കാറുള്ളത്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? എൻ്റെ ജീവിതം വളരെ മോശമായി പോയല്ലോ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. അത് നമ്മളെ തളർത്തുകയേ ചെയ്യുകയുള്ളൂ. മറിച്ച് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇത് കാരണം എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം? ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് കൊണ്ട് നൽകുന്നതാണ്.
അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയും അത് വളരെ ആഴത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ അവസരം മാറി നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും നിങ്ങൾ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് ഭയമാണ്, എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്, എനിക്ക് ഞാൻ മടിയനാണ്, ആഹ്, ഞാൻ എപ്പോഴും വളരെ അസ്വസ്ഥനാണ്. ഇങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതിനോടൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കൊണ്ടിരിക്കുക. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതിയാൽ അത് കുറേയും കൂടെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് സഹായിക്കും. ഇനി മൂന്നാമതായിട്ട്, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം, മറ്റുള്ള വ്യക്തികളല്ല, സാഹചര്യങ്ങളല്ല. അതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ഷൻ എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ആക്ഷനാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നീക്കുന്നതിന് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, പിന്നീട് ആക്ഷനും നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മനസ്സിൽ എല്ലാം ക്ലിയറായി, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീണ്ടും അത്തരം പഴയ സ്ഥിതിയിലേക്ക് തന്നെ നമ്മൾ പോകും. ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ പുതിയ വഴികൾ തുറന്നു വരുന്നത്, ന്യൂറോ പാത്വേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ആത്മവിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ ഞാൻ പഠിച്ചു. ഇനി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ആത്മവിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓരോ ആക്ഷനുകൾ എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് മുന്നേറാൻ ആഗ്രഹമുള്ളത്. പക്ഷേ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും പ്രൊഫഷനിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിച്ചു, അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ആത്മവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷനുകൾ എടുക്കുക. അത്തരം അവസരങ്ങൾ തേടി പിടിക്കുക, അതിലോട്ട് ഇറങ്ങുക. ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുക. അങ്ങനെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ നമുക്ക് വളർച്ച വരും. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പുരോഗതിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടാവാം. ഭയന്നിട്ടും പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് വിജയശാലികളുടെ സൂത്രവാക്യം. നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയം ഉണ്ടായിട്ടും നമ്മൾ പ്രവൃത്തി ചെയ്യുക, ആ കാര്യങ്ങൾ, ഭയക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് നമ്മൾ ധൈര്യം അല്ലെങ്കിൽ ധൈര്യശാലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ധൈര്യശാലി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ചിന്തിക്കുന്നത് ഈ ഭയമെല്ലാം മാറിയിട്ട് ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഈ ഭയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാവുന്നത്. അപ്പോൾ ഭയന്നിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആത്മവിശ്വാസമില്ല എന്ന തോന്നലുണ്ടായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും. നിങ്ങളുടെ ധൈര്യം വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം വർദ്ധിക്കും. ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഭയത്തിൻ്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ ആ ഭയത്തിലൂടെ കടന്നു പോകാൻ തയ്യാറാവുക. ചലഞ്ച് ഏറ്റെടുക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയും അങ്ങനെ ജീവിതത്തിൽ കൂടുതൽ ഉയർന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. എത്രമാത്രം നമ്മൾ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുന്നുവോ, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ചലഞ്ചസിൽ നിന്ന് ഒളിച്ചോടുന്നുവോ, അത്രമാത്രം നമ്മൾ ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ കംഫേർട്ടിനുള്ളിൽ എല്ലാം മറന്ന് ഒരല്പം സിനിമയോ മറ്റോ കണ്ട്, റീൽസോ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കും. അങ്ങനെ നമുക്ക് ദിവസങ്ങൾ നഷ്ടപ്പെടും, വർഷങ്ങൾ നഷ്ടപ്പെടും. പിന്നീട് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയിരിക്കുന്നു. ഞാൻ മാത്രം നേടിയില്ല. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ കംഫേർട്ടിൽ, അതായത് ഭയമുള്ള കാര്യങ്ങൾ ചെയ്യാതെ, ആത്മവിശ്വാസത്തിനെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ, വളരെ ഒതുങ്ങിക്കൂടി ചെറിയൊരു എൻ്റർടൈൻമെൻറ്റുമായിട്ട് അങ്ങനെ നമ്മുടെ ഷെല്ലിൻ്റെ ഉള്ളിൽ ജീവിതം കാലം കഴിച്ചു. എന്നാൽ അതിൽ നിന്നും പുറത്ത് കടന്ന്
അല്ലെങ്കിൽ ഇത്തരം കംഫേർട്ട് ഒരിക്കലും എൻ്റെ ഗ്രോത്തിന് സഹായകരമല്ല എന്ന് മനസ്സിലാക്കി ചലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്ത് മറ്റു വ്യക്തികൾ ഉയർന്ന് വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ കംഫേർട്ടിൽ ചിലവഴിക്കാതെ, നമുക്ക് കംഫേർട്ട് എൻജോയ്മെൻറ്റ് വേണം. പക്ഷേ അതിനേക്കാളും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, മീനിങ് നൽകുന്നത് ആക്ഷൻ എടുക്കുകയും ചലഞ്ചസിലൂടെ പോവുകയും ഭയമുള്ള കാര്യങ്ങൾ, അതിൽ ഒരു ബിസിനസ് തുടങ്ങുന്നത്, ഒരു പുസ്തകം എഴുതുന്നത്, പബ്ലിക് സ്പീക്കർ ആവുന്നത്, പുതിയൊരു ജോലി കണ്ടെത്തുന്നത്, കരിയറിലെ ഗ്രോത്ത്, ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ജീവിതത്തിൽ പലപ്പോഴും ബോറടിയാണ്. അപ്പോൾ അല്പസമയം ഫോണ്, സിനിമ, ട്രാവലിംഗ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ ജീവിതത്തിൽ ബോറിങ്ങിനെ മറികടക്കുന്നതിന് വേണ്ടി ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ഗ്രോത്ത് അനുഭവപ്പെടുന്നില്ല. മാത്രമല്ല, ആ പ്രവൃത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒരു അസ്വസ്ഥതയും ഒരു ദേഷ്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നേറുമ്പോൾ, ചലഞ്ചസ് എടുത്ത് നമ്മൾ മുന്നേറുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ പ്രവൃത്തിയിലൂടെ മുന്നേറുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അഭിമാനം തോന്നുകയും ചെയ്യും. അപ്പോൾ ചെറിയ തോതിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. അല്പാൽപമായിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ ആ അല്പാൽപമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അഥവാ നമ്മുടെ ഇന്നർ വേൾഡിൽ വലിയ ഗ്രോത്ത് അനുഭവപ്പെടുകയും അത് പുറത്തേക്ക് നമുക്ക് കാണുവാനും സാധിക്കും. അതായത് നമ്മൾ കാണുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ജീവിതത്തിലെ പുരോഗതി, ഇതൊക്കെ പിന്നീട് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നർ വേൾഡ് ഡെവലപ്പ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഉൾപ്പെടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചലഞ്ചസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതടക്കം നമ്മുടെ ഇന്നർ വേൾഡിനെ എൻറിച്ച് ചെയ്യുന്നതാണ്. ഇന്നർ വേൾഡിനെ ശക്തമാക്കുന്നതാണ്. അങ്ങനെ ശക്തമായിട്ട് നമ്മൾ ഇന്നർ വേൾഡ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പുറം ലോകവും നമുക്ക് വളരെ അനുകൂലമായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ബോറടി അനുഭവപ്പെടുന്നു, ഏകാന്തത അനുഭവപ്പെടുന്നു, ആരുമില്ലെന്നുള്ള തോന്നൽ വരുന്നു. അപ്പോൾ അത്തരത്തിൽ സാഹചര്യങ്ങളൊക്കെ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് അവസരങ്ങൾ തരികയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ലോൺലി ആയിട്ട് ഇരിക്കുകയാണോ, ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ എങ്കിൽ ഒരല്പസമയം നിങ്ങളൊന്ന് വായിക്കാൻ മാറ്റിവെക്കൂ. അങ്ങനെ നിങ്ങൾ ആ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ വളർത്തുവാനുള്ളൊരു സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കാം. മെഡിറ്റേഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ തന്നെ നല്ലൊരു പ്ലാനിംഗ് ആക്കി മാറ്റി ഗ്രോത്ത് കൊണ്ടുവരുന്നതിന്, വിജയം കൊണ്ടുവരുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഏകാന്തത അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയുന്നു, ആരും എന്നെ സഹായിക്കുന്നില്ല, ആരും എൻ്റെ കൂടെയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒരിക്കലുമല്ല. ഇത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോൺലിനെസ്, ബോർഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ അവസരമാണ്. ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിനെ, വളർച്ചയെ അത് വളരെയധികം സഹായിക്കും. എന്നാൽ കൂടുതൽ ആളുകളും ആ സമയം ആ ബോറടി മാറ്റുന്നതിന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വീണ്ടും ആ ബോറടി അല്ലെങ്കിൽ ആ ലോൺലിനെസ് അവിടെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, എൻജോയ്മെൻറ്റ് വേണം, ഒക്കെ ആവശ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾക്ക് കൂടെ കൂടെ ഇങ്ങനെ ലോൺലിനെസ് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രോത്തിനുള്ള അവസരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, ശരിയായ രീതിയിലുള്ള ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മൾ വളർച്ചയ്ക്ക് വേണ്ട പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും വല്ലാത്തൊരു സംതൃപ്തിയും അനുഭവപ്പെടും. നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അല്പസമയം പുസ്തകം വായിക്കാൻ മാറ്റിവെച്ചു, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു, നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ഫോക്കസ് ചെയ്തു, അങ്ങനെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ അത്തരം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനം തോന്നും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതിബന്ധമാകാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിയായിട്ട് മാറും.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങളറിയാതെ തന്നെ അല്പ ദിവസങ്ങൾക്കുള്ളിൽ വലിയ പുരോഗതി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഔട്ടർ വേൾഡിലും നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ പരമാവധി നിലനിൽക്കുവാൻ ശ്രമിക്കുക. ചിന്തകളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. വികാരങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. ശരീരത്തെ ഒന്ന് നിരീക്ഷിക്കുക. ശ്വാസഗതിയെ ഒന്ന് നിരീക്ഷിക്കുക. ഈ നിമിഷത്തിൽ നിലനിൽക്കുക. നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മടി, അലസത ഇതിനൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുക. ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളവിടെ അവെയർനെസ് കൊണ്ടുവരികയാണ്. ഇരുട്ടിലേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കുന്നത് പോലെ. അത് നിങ്ങളെ പുരോഗതിക്ക് സഹായിക്കും. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആക്ഷൻ എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് ചെറിയ ചെറിയ ആക്ഷൻസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്, നിങ്ങൾ എവിടേക്കാണ് എത്തേണ്ടത് അറിയാം. അതിനുവേണ്ട കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ചെറിയ തോതിലുള്ള ആക്ഷനുകൾ എടുത്ത് തുടങ്ങുക. അങ്ങനെ നിങ്ങൾ എടുത്ത് തുടങ്ങി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളാകുന്ന തടസ്സം മാറുകയും അവിടെ വഴി തുറന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ലോൺലി ആയിരിക്കുന്ന സമയത്ത്, ബോർഡം എന്ന അവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളാകുന്ന തടസ്സം മാറുകയും അങ്ങനെ ജീവിതത്തിൽ വിജയവും പുരോഗതിയും അനുഭവപ്പെടുകയും ചെയ്യും. താങ്ക് യു.